ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിബിൻ ആൻഡ് ജാഫർ ഖാൻ ഇഷ്യൂ ആണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ്. നമ്മൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഓൾറെഡി അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ DJ സിബിൻ എന്നെ വിളിച്ചടേ. നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആരാണ്ടോ ഇതൊക്കെ നമ്പർ തപ്പി പിടിച്ച് പുള്ളി വിളിച്ച് നീ പറഞ്ഞത് കുറേ തെറ്റുകളൊക്കെ ഉണ്ട്, നീ എൻ്റെ ഭാവം കൂടെ ഒക്കെ ഒന്ന് കേൾക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് സംസാരിച്ചു, കുറേ ഓഡിയോസ് അയച്ചു തന്നു. സോ അതിൻ്റെ ബേസിസിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഞാൻ സിബിൻ്റെ പക്ഷത്ത് നിൽക്കത്തില്ല, ഞാൻ ജാഫർക്കയുടെ പക്ഷത്ത് നിൽക്കത്തില്ല. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ ഒരു കുഞ്ഞുങ്ങളുടെയും പക്ഷത്ത് നിന്ന് സംസാരിക്കാത്തവനാണ്. സിബിൻ നാളെ എന്തെങ്കിലും തൊട്ടിത്തരം പറഞ്ഞിട്ട് വരികയാണെങ്കിൽ സിബിനെതിരെയും ഞാൻ പറയും, അത്രേ ഉള്ളൂ. ഓക്കെ, ആരോടും എനിക്ക് കമ്മിറ്റ്മെൻറ്റ് ഒരു തേങ്ങക്കൊലമില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് വീഡിയോ ചെയ്യണം. അല്ലാതെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് നീ സിബിൻ്റെ ആളാടെയെന്നും പറഞ്ഞ് ചൊറിയാൻ വന്നാൽ എൻ്റെ വായിരിക്കുന്ന പുഴുത്ത തെറി വെക്കും. ഞാൻ ഇതിനകത്തിരുന്ന് മാന്യമായിട്ട് സംസാരിക്കും. ഞാൻ വെറും തൊട്ടിയാണ്. എൻ്റെ കമൻറ്റ് സെക്ഷനിലെ പഴയ മെസ്സേജ് എടുത്തൊക്കെ നീയൊക്കെ കുറേ കിടക്കുന്ന കൂതറ എന്നതുകൊണ്ട് നിങ്ങൾ പുറത്തെ അടുപ്പിക്കരുത്. അപ്പം നമുക്ക് കാര്യങ്ങളോട്ട് കിടക്കാം ഗൈസ്. സിബിനും ആര്യയും തമ്മിൽ ആ ഒരു ലൈവ് വന്നിട്ട്, ആ ലൈവ് വന്നതിന് ശേഷമാണ് ബാക്കി പ്രശ്നങ്ങൾ. അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോ കിടപ്പുണ്ട്, പോയി നോക്കിയാൽ മനസ്സിലാവും. ആ ലൈവിന് ശേഷമാണ് ഈ കുറേ കാര്യങ്ങൾ നടക്കുന്നത്. ആ ലൈവിനകത്ത് സിബിൻ വന്നിട്ട് ആ ടെഡി ബിയറിൻ്റെ കാര്യവും ജാഫർക്ക് ടെഡി ബിയറിനെ വേണം എന്ന് ബിഗ് ബോസ് ക്രൂ മെമ്പേഴ്സിൻ്റെ അടുത്ത് ആവശ്യപ്പെടുകയും അവർ ദേഷ്യപ്പെടുകയും അത് ഇല്ലാതെ ഞാൻ അകത്തോട്ട് കയറത്തില്ല എന്ന രീതിയിൽ ജാഫർക്ക് അവിടെ കട്ടായം പിടിച്ച് വാശി പിടിച്ച് നിന്നു, അവിടെ ദേഷ്യപ്പെട്ട് നിന്നു എന്നുള്ള രീതിയിൽ സിബിൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്നും പറഞ്ഞിട്ട് നമ്മുടെ ജാഫർ ഖാൻ്റെ ഒരു വോയിസ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ വോയിസ് ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളെല്ലാവരും നമ്മൾ തെറ്റും കുറ്റങ്ങളും എല്ലാവർക്കും പറ്റുന്നതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബിഗ് ബോസ് ക്രൂവിനെ കുറിച്ചും അവരെ കുറിച്ചും ഒന്നും ഞാനൊരു കുറ്റവും പറഞ്ഞില്ല. അത് അവർക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അവർ തീർത്തോട്ടെ. നിങ്ങളിപ്പോൾ കേട്ടോ നമ്മുടെ ജാഫർ ഖാൻ്റെ വോയിസ് ആണ് കേട്ടോ. ഈ വോയിസിനകത്ത് ജാഫർ ഖാക്ക പറയുന്നത് എന്താണ്? ബിഗ് ബോസ് ക്രൂവിനെ പറ്റി ഒരു കുറ്റവും ജാഫർ ഖാ പറഞ്ഞിട്ടില്ല. അത് അവർ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണ്. ആരെ? സിബിനും ആരും കൂടെ പറഞ്ഞുണ്ടാക്കുകയാണെന്നാണ് ജാഫർ ഖാക്ക പറയുന്നത്. ഇനി ജാഫർ ഖാക്കയുടെ വേറൊരു വോയിസ് തൊട്ട് ഞാൻ കേൾപ്പിച്ചു തരാം. പക്ഷെ നിങ്ങളെ ഈ ബിഗ് ബോസ് ക്രൂവിനെ ഞാൻ തള്ളി പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആ ലൈവിൽ വന്ന് പറയുന്നത് അത് ശരിയുള്ള കാര്യമാണോ സിബിനെ? എൻ്റെ മോൾ അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരെന്തായിരിക്കും വിചാരിക്കുന്നത്? ഞാനും നിങ്ങളുടെ കൂടെ നിന്ന് ബിഗ് ബോസ് ക്രൂവിനെ കുറ്റപ്പെടുത്തുകയാണ്, അല്ലെ ബിഗ് ബോസിനെ ഞാൻ ഇതാക്കുകയാണെന്നൊക്കെ അല്ലേ ആ ലൈവ് കണ്ടവർക്കെല്ലാം മനസ്സിലാവത്തുള്ളൂ. ഇപ്പോഴും നിങ്ങൾ കേട്ടത് നമ്മുടെ ജാഫർ ഖാക്കൻ്റെ വോയിസ് ആണ് ഗൈസ്. ഇതിനകത്ത് പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്തിനാണ് ഗൈസ് ഈ ലൈവ് വന്നിരുന്നത് ഞാൻ ബിഗ് ബോസ് ക്രൂവിനെ കുറ്റം പറഞ്ഞു എന്നൊക്കെ പറയുന്നത്? എൻ്റെ മോളെ അതിരുന്ന് കളിച്ചോണ്ടിരിക്കുകയല്ലേ, അപ്പം ഞാൻ അവനെ കുറ്റം പറയാൻ പാടുണ്ടോ എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കും എൻ്റെ മോക്കും വലിയ പ്രശ്നം. വിച്ച് മീൻസ് ജാഫർക്ക് അവിടെ സംസാരിച്ചിട്ടുണ്ട് എന്ന് പുള്ളിക്കാരൻ പറയാതെ പറഞ്ഞതാണ്. അപ്പം സിബിൻ വന്നാൽ ലൈവ് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് ഗൈസ്. ജാഫർക്ക് അവിടെ പോയി ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണ് സംഭവം. മനസ്സിലായ ആ ഒരു സാധനം ഈ സിബിൻ കള്ളം പറഞ്ഞു എന്ന് നമ്മുടെ ജാസ്മിൻ വാരിയസ് പറഞ്ഞ ആ ഒരു സോ കാൾഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്ന് നമുക്ക് ഈ ഒരു വോയിസ് കേൾക്കാൻ മനസ്സിലാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് ജാഫർ ഖാ ഇവരുടെ ലൈവ് കണ്ടതിന് ശേഷം ഇവർക്ക് ഇങ്ങോട്ട് അയച്ച ഒരു മെസ്സേജ് ഉണ്ട്. അതൊന്നും ഞാൻ കേൾപ്പിച്ചു തരാം. ആര്യയുടെ ലൈവ് ഞാൻ കണ്ടായിരുന്നു മോനെ, കുഴപ്പമൊന്നുമില്ല, ഞാൻ അത് നോക്കിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പുള്ളിക്കാരനകത്ത് പറയുന്നത് ആര്യയുടെ ലൈവ് ഞാൻ കണ്ടായിരുന്നു മക്കളെ, ഒരു കുഴപ്പമില്ല, ഞാൻ നോക്കിയായിരുന്നു, കണ്ടായിരുന്നു വ്യക്തമായിട്ടാണ് പറയുന്നത്. ഈ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുന്ന ആ ഒരു ഓഡിയോ അത്യാവശ്യം സർക്കുലേറ്റ് ആവും. കാരണം എന്ന് വെച്ചാൽ സിബിനും ജാഫർക്കയും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല, അവർ ഓക്കെ ആണ് എന്നുള്ള രീതിയിലാണ് അത് സർക്കുലേറ്റ് ആവുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ജാഫർക്ക് വേറൊരു വോയിസ് മെസ്സേജ് കൂടെ അയക്കും. അതുകൂടെ ഒന്ന് കേൾപ്പിച്ചു തരാം. ആ സർക്കുലേറ്റ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് അയക്കുന്നത്. മോനെ സിബിനെ കൊള്ളാലോ, അത് കുഴപ്പമില്ല മോനെ എന്ന് പറഞ്ഞ് നീ എന്നോട് പറഞ്ഞ്, പിന്നെ ബാപ്പ ഞങ്ങൾ ലൈവ് പോയിട്ടുണ്ട്, നിങ്ങളെക്കുറിച്ചൊക്കെ നല്ല കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല മോനെ എന്ന് പറഞ്ഞ് അത് ഉടനെ നീ അത് അതും എടുത്തിട്ട് ഞങ്ങളെ പണിയാൻ നോക്കുന്നല്ലേ. ഞാൻ ആ ലൈവ് കണ്ടതുകൂടിയില്ല, അത് കഴിഞ്ഞിട്ടാണ് ഞാനത് വേറൊരു ആൾ ഇട്ട് തന്നിട്ടാണ് ഞാൻ നിങ്ങളുടെ ലൈവ് കാണുന്നത് തന്നെ. ഇപ്പം നമ്മുടെ ജാഫർക്ക പറയാം ഞാൻ ആ ലൈവ് കണ്ടിട്ട് പോലും ഇല്ല, വേറെ ആരാണ്ട് ഇട്ട് തന്നിട്ടാണ് ഞാൻ കാണുന്നത് എന്നാണ് ജാഫർക്ക പറയുന്നത്. മറ്റേ വോയിസ് അത് ക്ലിയർ അല്ലേ, ഞാൻ കണ്ടായിരുന്നു മക്കളെ, ഒരു കുഴപ്പമില്ല, സെറ്റ് എന്നാണ് നമ്മുടെ ജാഫർക്ക് അതിനകത്ത് പറയുന്നത്. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് പറയുന്നത് ഞാനത് കണ്ടതുപോലും ഇല്ല എന്നുള്ള രീതിയിൽ. ജാഫർക്ക് ഈ പറയുന്നതിനകത്തൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടല്ലോ. ഇതൊക്കെ എന്തെങ്ങനെ വരുന്നേ? പറഞ്ഞു തരുന്ന ഒരു കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറയാം അങ്ങോട്ട്. ഞാനത് വേറൊരു ആൾ ഇട്ട് തന്നിട്ടാണ് ഞാൻ നിങ്ങളുടെ ലൈവ് കാണുന്നത് തന്നെ. അതിന് മുമ്പേ നീ എന്നോട് മെസ്സേജ് അയച്ച് എങ്ങനെയുണ്ടോ കണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എന്താണ് അത്, വാപ്പായെ ഉമ്മയെ കുറിച്ച് അങ്കിളിനെയൊക്കെ കുറിച്ച് നല്ല കാര്യങ്ങൾ തന്നെ നമ്മൾ പറഞ്ഞേക്കുന്നത്. ശരി മോനെ അത് കുഴപ്പമില്ലാന്ന് ഞാൻ പറഞ്ഞു. അതും ഉടനെ എടുത്തിട്ടേക്കുന്നല്ലേ മീഡിയയിൽ. നീ നല്ല പുള്ളി തന്നെ, നല്ല തന്ത്രശാലി തന്നെ.
മോനെ അതിനൊന്നും നടക്കില്ല കേട്ടോ. അതൊക്കെ നീ കൊടുത്ത് രക്ഷപ്പെടാൻ നീ എന്തിന് അല്ല, ഞാനൊരു കാര്യം ആലോചിക്കും, നിനക്ക് എന്താണ് പ്രശ്നം? ഞാൻ സത്യസന്ധമായിട്ട് ചോദിച്ചാൽ നിനക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എനിക്കൊരു ഡൗട്ടുണ്ട് ഇപ്പം. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജാഫർക്കയുടെ ഭാഗത്ത് മറ്റേ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. ഈ ജാഫർക്കയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി കുറേ ടീംസ് ഉണ്ട്. പുള്ളിക്കാരൻ ആദ്യം ഓക്കെ എന്ന് പറഞ്ഞു, അതിനുശേഷം കുറേ നേരം കഴിയുമ്പോഴാണ് ഈ ഒരു മെസ്സേജ് വരുന്നത്. അന്നേരം ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാർ ഈ പുള്ളിക്കാരനെ വിളിച്ച് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അതല്ല വാപ്പ, ഇതാണ്, അങ്ങനെയാണ്, അവൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഈ ജാസ്മിൻ്റെ സോക്കാൾഡ് ടോക്സിക് ആർമീസിനകത്ത് പ്രവർത്തിക്കുന്ന ടീംസ് തന്നെയാണ് ഈ പുള്ളിക്കാരനെ ഒരുമാതിരി എന്താ പറയല്ലേ, പപ്പറ്റ് എന്നൊക്കെ പറയുന്ന പോലെ കളിപ്പാവ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നു ജാഫർക്ക, നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. ജാഫർക്കൊക്കെ ഭയങ്കര ഡിസിഷൻ മേക്കറാണ്. ഒരു ഡിസിഷൻ എടുത്ത് അവിടെ തന്നെ കട്ടായം പിടിച്ച് നിൽക്കുമെന്നൊക്കെ മോള് ബിഗ് ബോസിനകത്ത് ഭയങ്കര ഡയലോഗ് അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെന്താ നമ്മൾ മനസ്സിലാക്കാത്തത്? നിങ്ങൾക്കൊരു ഡിസിഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് ഉറച്ച് നിൽക്ക്, അല്ലാതെ കണ്ടവരൊക്കെ പറയുന്നത് കേട്ട് ഇങ്ങനെ ചുമ്മാതെ കളിപ്പാവയാവാൻ നിൽക്കരുത് പ്ലീസ്. എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് കേട്ടാ നിനക്ക് പ്രാന്താതോടാത്. ഇവിടെ ഇങ്ങനെ ഒന്നാമത്തെ കാര്യം, ഈ സിബിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ടോക്സിക് ആർമീസ് ഈ പുള്ളിക്കാരനെ വിളിച്ചിട്ട് പ്രാന്തൻ അങ്ങനെയുള്ള രീതിയിലാണ് വട്ടൻ കണ്ടിന്യൂസ് ആയിട്ട് കമൻറ്റ് ബോക്സിലും ഇൻബോക്സിലും ഒക്കെ പ്രാന്ത അവർ ഇതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആർക്കാരും കുരു പൊട്ടൂലേ? അതേ ഇവിടെ സിബിനും ചെയ്യുന്നുള്ളൂ. പുള്ളിക്കാരന് പ്രൂവ് ചെയ്യണം പുള്ളിക്കാരന് കുഴപ്പമൊന്നുമില്ല, പുള്ളിക്കാരന് ഈ ഒരു സീനിലേ ഇല്ല എന്നുള്ള പുള്ളിക്കാരന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് എനിക്ക് തോന്നുന്നു ഈ വോയിസ് റെക്കോർഡിംഗ് ഒക്കെ പുറത്തുവിട്ടത്. പുള്ളിക്കാരൻ നിലവിലെ അത് തെളിയിക്കാൻ വേണ്ടിയാണ്. ആർമീസ് ഇത് മാനിപ്പുലേറ്റ് ചെയ്ത് ഈ പ്രശ്നം പിന്നെ ഇങ്ങനെ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു വോയിസ് മെസ്സേജ് വിടാം, സിബിൻ്റെ ഒരു വോയിസ് മെസ്സേജ്. സിബിൻ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചെടുക്കൊരു വോയിസ് മെസ്സേജ് ഞാൻ കേൾപ്പിച്ചു തരാം ഗൈസ്, നിങ്ങൾ അതുകൂടെ ഒന്ന് കേട്ട് നോക്ക്. ആനന്ദു, ഞാനിപ്പം വളരെ പേഴ്സണലായിട്ടാണ് പറയുന്നത്. അതായത് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ജോലി ചെയ്യുന്ന ക്രിയേറ്റീവ് ഇൻഡസ്ട്രി നിൽക്കുന്ന ഒരാളാണ് ഞാനൊരു തെറ്റ് കണ്ടത് തുറന്ന് പറയാൻ ശ്രമിച്ചപ്പോൾ തൊട്ട് എനിക്ക് സൈബർ ബുള്ളിങ് വരുന്നതാണ്. എനിക്കൊരു അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലേ? ഞാൻ ഒരു ബിഹൈൻഡ് വുഡ്സിനടുത്തൊരു ഇൻ്റർവ്യൂയുടെ അടിയിൽ തുടങ്ങിയതാണ് ഇവരുടെ ഈ PR ആർമിയുടെ ഉപദ്രവം. ആ വീഡിയോ മൂപ്പനൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ബ്രോയ്ക്ക് അത് അയച്ചു തരാം. അന്ന് തൊട്ട് ഇവരെന്നെ ആക്രമിക്കാൻ തുടങ്ങുന്നത്. ഇവരെന്ത് വേണോ പറഞ്ഞോട്ടെ, പക്ഷേ ഇവർ പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എനിക്ക് പ്രാന്താണ്, എനിക്ക് മെൻ്റലാണ്, മരുന്ന് കഴിക്കുമെന്ന് പറഞ്ഞ് എല്ലായിടത്തും എൻ്റെ ഫോട്ടോസ്, എൻ്റെ വീഡിയോസ്, എൻ്റെ ഞാനൊരു കല്യാണത്തിന് ഒരു ഫോട്ടോ ഇട്ടാൽ അതിൻ്റെ അടിയിൽ വന്ന് ഇവർ കമൻറ്റ് ചെയ്യുക, പ്രാന്തനാണോ, എന്തൊക്കെയാണ് പറയുന്നത് ബ്രോ. ഇപ്പോൾ ഈ ജാസ്മിൻ്റെ അച്ഛൻ്റെ ലാസ്റ്റ് വരി എന്താ പറയുന്നത്, എനിക്ക് മെൻ്റലാണെന്ന്. അപ്പോൾ ഇതെല്ലാം ഇവരുടെ ഒരു ഓർഗനൈസ്ഡ് ക്രൈം അല്ലേ ബ്രോ? ഇവരെല്ലാവരും കൂട്ടമായിട്ട് തീരുമാനിച്ച് എന്നെ സത്യങ്ങൾ വിളിച്ച് പറയുന്നതിന് ഭ്രാന്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, ആർക്കും ഒന്നും പേടിക്കാനില്ലല്ലോ. ഈ ഷോയിൽ അങ്ങനെ ഒരു ബയാസ്ഡ് പരിപാടി ഉണ്ട്, ഒരാളെ പ്രത്യേകം ഫേവർ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും, തെളിവ് സഹിതം ഞാൻ പറയാം. പക്ഷെ ഞാൻ വാ തുറന്നു കഴിഞ്ഞാൽ, ഞാനൊരു എക്സ് കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ട് ഞാൻ വാ തുറന്നു കഴിഞ്ഞാൽ എനിക്ക് അസൂയ, എനിക്ക് കുശുമ്പ്, എനിക്ക് പ്രാന്ത് എല്ലാം ഞാൻ സഹിക്കാൻ ബ്രോ. ഈ മെൻ്റൽ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, എനിക്കൊരു ജീവിതമില്ലേ വെളിയിൽ, ഈ എൻ്റെ കരിയർ വിടും, ഒരു ജീവിതമില്ലേ, എൻ്റെ അച്ഛൻ അവരും വിടും, എൻ്റെ അനിയൻ ഇനി ഒരു ലൈഫില്ലേ, ഇവരൊക്കെ എന്തുവാടാ ഇതൊക്കെ ഭയങ്കര ബ്രോ. എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ സൈബർ ബുള്ളിങ് എനിക്ക് അറിഞ്ഞൂടെ എൻ്റെ പരിപാടികളൊന്നും. ഞാൻ ആരും അങ്ങോട്ട് ഉപദ്രവിച്ചിട്ടില്ല. എനിക്ക് നല്ല വിഷമമുണ്ട് ബ്രോ. ഇത് ഭയങ്കര മോശമായിട്ടുള്ള പരിപാടിയാണ്, സീരിയസ്ലി ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള പരിപാടിയാണ്. ഇതിൻ്റെ എല്ലാത്തിനും തുടക്കം ഈ ഇൻ്റർവ്യൂസ്, നമ്മൾ ബിഗ് ബോസിന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് കുറേ ആൾക്കാരൊന്ന് ഇൻ്റർവ്യൂ എടുക്കുമല്ലോ. ഇപ്പം ബിഗ് ബോസിൽ ഏറ്റവും മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജാസ്മിൻ ജാഫർ തന്നെയാണ്. ഇപ്പം ആരിറങ്ങി കഴിഞ്ഞാലും ആ ഇൻ്റർവ്യൂ എടുക്കാൻ വരുന്നവർ ആദ്യം ചോദിക്കുന്ന ചോദ്യം, അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് അവരുടെ ക്വസ്റ്റിനെയറിനകത്തുള്ള ചോദ്യം ജാസ്മിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. കാരണം ആൾക്കാർക്ക് അറിയാനും ആൾക്കാർ കേൾക്കാനും ആഗ്രഹിക്കുന്നത് ആ ജാസ്മിൻ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. സോ അതിന് അവർ ആ ഒരു ഭാഗത്തെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സോ അതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് സിബിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. സിബിൻ അതിനനുസരിച്ച് ജനുവിനായിട്ട് പുള്ളിയുടെ എന്താണ് അഭിപ്രായം അത് പറഞ്ഞിട്ടുണ്ട്. ജാസ്മിൻ്റെ ഉള്ളിലത്തെ ഗെയിമിനെ വിമർശിച്ചിട്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ജാസ്മിൻ്റെ പേഴ്സണൽ ലൈഫിൽ കയറി കളിച്ചോ അല്ലെങ്കിൽ പുള്ളിക്കാരത്തെ ഡിഫെയിം ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചോ അങ്ങനെയൊന്നും എനിക്കൊന്നും തോന്നുന്നില്ല. ഓക്കെ, പക്ഷേ ഈ നമ്മുടെ ജാസ്മിൻ്റെ സോക്കാൾഡ് ടോക്സിക് ആർമീസ് കാണിക്കുന്ന ചെറ്റത്തനം അത് ഭയങ്കര മോശമാണ്. ഒരാളെ ഈ ഭ്രാന്തനായിട്ടൊക്കെ മുദ്ര കുത്തുക പറഞ്ഞാൽ അത് ഭയങ്കര മോശമാണ്. അയാളുടെ കരിയറിനെ അല്ലെങ്കിൽ അയാളുടെ ഫാമിലി ലൈഫിനെ എല്ലാ തരത്തിലും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ
വെറും ചെറ്റത്തൊട്ടി പട്ടി പരിപാടിയാണത്. സീരിയസ്ലി എല്ലാ സീസണിലും കാണും ഇതുപോലെ കുറേ കൂതറ ടോക്സിക് ആർമീസ്. ഈ വട്ടം ആർമികളെല്ലാം കൂടെ നമ്മുടെ ജാസ്മിൻ ജാഫറിൻ്റെ പുറയിലാണല്ലോ ഗൈസ്. ജാഫർക്ക് അടുത്താണെങ്കിലും സിബിൻ ബ്രോൻ്റെ അടുത്താണെങ്കിലും എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കുക, അല്ലാതെ ഇത് ആർമികളിലോട്ട് എത്തിക്കാതിരിക്കുക. സോ നിങ്ങൾ പറഞ്ഞ് അവിടെ പരിപാടി തീർത്ത്, അല്ലാതെ ജിമ്മ ഇങ്ങനെ വോയിസ് ഇട്ട് കളിച്ച് ചുമ്മാ ഇത് വഷളാക്കിക്കൊണ്ടിരിക്കുന്ന എന്തിനാണ്? സീരിയസ് എന്തെങ്കിലും പറഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയേക്ക്. ഈ ആർമി ഇതിനകത്ത് ഇടപെടാൻ നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം മൊത്തം അലമ്പാവുന്നത്. ഈ ആർമികളെ ഇടപെടാതെ നിങ്ങൾ പേഴ്സണലായിട്ടിരുന്ന് പറഞ്ഞ് ചർച്ച ചെയ്ത് ഇത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും വൃത്തി. കൂടുതലൊന്നും എനിക്കിതിനെ പറ്റി പറയാനില്ല. ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തപ്പം അതിനൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരണമെന്ന് തോന്നി. അത് തരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അല്ലാതെ ഞാൻ ആരുടെയും ബയസ്ഡ് ആയിട്ടുള്ള ഇതൊന്നും അല്ല പറയുന്നത്. സോ നാളെ സിബിൻ ചെയ്ത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ സിബിനെ എതിരെ തന്നെ ഞാൻ പറയും, അത് 100% ഉറപ്പാണ്. ഈ പറയുന്നത് ബ്രോ കേൾക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സോ ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ ശരി ഗൈസ്, അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.